So, we discussed lossy parallel plate transmission line case. So, we will discuss general transmission line equation. So, general transmission line equation consider transmission line equation normally or electrical network consider. So, നമുക്ക് അതിനെ ഈ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അതിന്റെ കോമ്പോണന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷനിൽ പറയാൻ പറ്റും ഒരു ഇൻഡക്റ്റൻസിന്റെ ഡയമെൻഷനിൽ പറയാൻ പറ്റും ഒരു കണ്ടക്റ്റൻസിന്റെ ഫോം പറയാൻ പറ്റും റെസിസ്റ്റൻസിന്റെ ഫോം പറയാൻ പറ്റും അതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എലമെന്റ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ട്രാൻസ്മിഷന്റെ ഫ്ലോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനെ നമുക്ക് എവിടെയൊക്കെയോ കോറിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സോ നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈനിനെ നമ്മൾ ഒരു സർക്യൂട്ട് നെറ്റ്വർക്കുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ട് നെറ്റ്വർക്കിന്റെ കേസിൽ അതിന്റെ ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പറേറ്റിംഗ് വേവ് ലെങ്തിലും കുറവായിരിക്കും സോ അതുപോലെ തന്നെ അതിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന R-L-C എന്ന് പറഞ്ഞ അതിന്റെ ഡിസ്ക്രീറ്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ലംബ്ഡ് പാരാമീറ്റേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയാം നേരെ മറിച്ചൊരു ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനൊരു സർക്യൂട്ട് നെറ്റ്വർക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് സോ വിച്ച് ക്യാൻ ബി സ്മോൾ ഓർ ലാർജ് സോ ആ ഓപ്പറേറ്റിംഗ് വേവ് ലെങ്തിനെ അത് ലാർജ്ലി എന്ന് ചെയ്യുന്നില്ല ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം സോ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് അതുപോലെ തന്നെ കണ്ടക്റ്റൻസ് അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് അതുപോലെ തന്നെ ഇൻഡക്റ്റൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എലമെന്റ്സിനെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ അത്തരം ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഒരു സർക്യൂട്ട് എലമെന്റിൽ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആയിട്ട് ആറും സിയും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് എന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു മാച്ചിങ് കണ്ടീഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എക്സെപ്റ്റ് ഇൻ മാച്ചിങ് കണ്ടീഷൻ നമുക്ക് അവിടെ ഒരു സ്റ്റാൻഡിങ് വേവ് ആയിരിക്കും ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുക മാച്ചിങ് കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയും അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇതിനൊരു സർക്യൂട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട് എലമെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സോ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും ഡിഫറെന്റ് എലമെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള R-L-C-G എന്ന് പറയുന്ന എലമെന്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് ആൻഡ് കറണ്ടിന്റെ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ സാധിക്കും സോ നമ്മൾ പറഞ്ഞു R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് L എന്ന് പറഞ്ഞ ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് G എന്ന് പറയുന്ന കണ്ടക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് C എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട് എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കാം ആ ട്രാൻസ്മിഷൻ ലൈനിന്റെ അപ്പർ ലൈൻ ആണ് ഇത് അതുപോലെ തന്നെ ഒരു ലോവർ ലൈൻ ആണ് സോ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ കണ്ടക്ടിങ് വയർ അല്ലെങ്കിൽ ഒരു പാരലൽ ആയിട്ടുള്ള പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ഒരു പാരലൽ ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ ഉണ്ടാക്കുകയാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ടെന്ന് പാരലൽ പ്ലേറ്റ് ട്രാൻസ്മിഷൻ ലൈൻ ദെൻ കോയാക്സിയൽ ട്രാൻസ്മിഷൻ ലൈൻ ദെൻ പാരലൽ വയർ അല്ലെങ്കിൽ പാരലൽ കണ്ടക്ടിങ് വയർ ട്രാൻസ്മിഷൻ ലൈൻ സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഫോർമേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത് സോ IZT എന്ന് പറയുന്നത് എന്താണ് വി ഹാവ് എന്താണ് നമുക്കൊരു ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണ് സോ സിമിലർ ആയിട്ടുള്ള ഒരു നോഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ലെഷർ വയർ ഒക്കെ ചെയ്തപ്പോൾ നമുക്കൊരു ട്രാൻസ്മിഷൻ ലൈനെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സിമിലർ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ ഉള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ട്രാൻസ്മിഷൻ ലൈൻസ് ഉണ്ട് സോ വി ആർ അപ്ലൈയിങ് എ വോൾട്ടേജ് അക്രോസ് ദാറ്റ് വിച്ച് ഇസ് VZT ആൻഡ് ദ കറണ്ട് ഫ്ലോയിങ് ഈസ് IZT R delta Z L delta Z and which is equal to NIZ plus delta Z L okay then G delta Z is equal to C delta Z എന്ന് പറയുന്ന ഈ ഒരു ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ഇക്വേഷൻസ് കാണാൻ പറ്റും ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും സോ ഇവിടെ നമ്മൾ ആറും എല്ലും അതായത് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ് ഇൻ ടേംസ് ഓഫ് സീരീസ് എലമെന്റ് ആയിട്ടാണ് അതുപോലെ തന്നെ കണ്ടക്റ്റൻസും അതുപോലെ തന്നെ കപ്പാസിറ്റൻസും നമ്മൾ എടുത്തിരിക്കുന്നത് ഷണ്ട് എലമെന്റ്സും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സർക്യൂട്ടിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ VZ plus delta ZT എന്ന് പറയുന്നത് എന്താണ് VZT at Z ആണ് വോൾട്ടേജ് അറ്റ് Z ആണ് VZT എന്ന് പറയുന്നത് അതുപോലെ തന്നെ വോൾട്ടേജ് അറ്റ് Z plus delta Z ആണ് VZ plus delta ZT എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി IZT എന്ന് പറയുന്നത് at Z ലുള്ള കറണ്ട് ആണ് അതുപോലെ തന്നെ Z plus delta Z ലുള്ള കറണ്ട് ആണ് Z plus
ഡെൽറ്റ സെഡ് ടി എന്ന് പറയുന്നത്. സോ ഈ ഒരു ജംഗ്ഷന് നമ്മൾ എൻ എന്ന് പറയുന്ന ഒരു നോഡ് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജംഗ്ഷന്. ഓക്കെ, എൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട്. സോ ഈ ഒരു അപ്പർ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജസ് ഉണ്ട്. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് സെഡ് എന്ന് പറയുന്നത് ഡെൽറ്റ സെഡ് ആണ് ഈ ഒരു രണ്ട് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ബേസിക്കലി ഉള്ള ഒരു സർക്യൂട്ട് എലമെന്റ്. സോ ഇറ്റ്സ് എൻ ഇക്വാലന്റ് സർക്യൂട്ട് ഓഫ് എ ഡിഫറൻഷ്യൽ ലെങ്ത് ഡെൽറ്റ സെഡ് ഓഫ് എ 2 കണ്ടക്ടർ ട്രാൻസ്മിഷൻ ലൈൻ. സോ ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് ആണ് നമ്മളിപ്പം ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so RLL are in series element, GC are the shunt elements. So by applying Kirchhoff's voltage law, നമുക്കറിയാം Kirchhoff voltage law പ്രകാരം നമുക്ക് ഈ ഒരു കേസിൽ ഉണ്ടാവുന്ന വോൾട്ടേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ which is VZT minus R delta Z IZT, ഇതിലൂടെയുള്ള കറണ്ട് IR. ഓക്കെ, മൈനസ് സോ നമുക്ക് എന്താണ് ഇനീഷ്യലി നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് VZT എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു. സോ ആ ഇൻപുട്ട് വോൾട്ടേജിന് നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നതാണ് ഇതിലൂടെയുള്ള വോൾട്ടേജിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഫൈനലി. സോ ഇറ്റ് ഷുഡ് ബി 0 ഐദർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും VZT ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ് ദ വോൾട്ടേജ് ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ്, അതായത് വോൾട്ടേജ് അക്രോസ് R ഡെൽറ്റ സെഡിന്റെ വോൾട്ടേജ് പ്ലസ് ദ വോൾട്ടേജ് അക്രോസ് L ഡെൽറ്റ സെഡ്. ഓക്കെ, അതുപോലെ തന്നെ ഈ എലമെന്റിൽ അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ്, അതുപോലെ ഇതൊക്കെ ആയിരിക്കും അതിന്റെ ടോട്ടൽ എന്ന് പറയുന്ന വോൾട്ടേജ് എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് VZT എന്ന് പറയുന്നതാണ് മൈനസ് R ഡെൽറ്റ സെഡ് IZT മൈനസ് L ഡെൽറ്റ സെഡ് ഡോ IZT ബൈ ഡോ ടി മൈനസ് VZ പ്ലസ് ഡെൽറ്റ സെഡ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻസ് കിട്ടും. സോ ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സോ വി ഹാവ് മൈനസ് VZ പ്ലസ് ഡെൽറ്റ സെഡ് ടി മൈനസ് VZT ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻ, കാരണം ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് ഡെൽറ്റ സെഡ് ഉണ്ട്. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് വിച്ച് ഇസ് ഈക്വൽ ടു IZT പ്ലസ് L ഡോ IZT ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് കിട്ടും. ഓക്കെ, ഡോ IZT ബൈ ഡോ ടി എന്ന് പറയുന്നത്. സോ ഓൺ ദ ലിമിറ്റ് നമ്മൾ ഡെൽറ്റ സെഡ് ഈക്വൽ ടെൻസ് ടു 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ സോ വി ഹാവ് മൈനസ് VZT എന്ന് പറയുന്നത് മൈനസ് VZT ബൈ ഡോ സെഡ് ഈക്വൽ ടു R IZT പ്ലസ് L ഡോ IZT ഡിവൈഡ് ബൈ ഡോ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രാൻസ്മിഷൻ ലൈനിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്, ഫസ്റ്റ് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ബൈ അപ്ലൈങ് Kirchhoff's കറണ്ട് ലോ. സോ കറണ്ട് ലോ അറ്റ് നോഡ് എന്നിലെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ n എന്ന് നേരത്തെ റെപ്രസെന്റ് ചെയ്തു. സോ അറ്റ് ദ നോഡ് n by applying Kirchhoff current law we have IZT minus G delta Z VZ plus delta ZT minus delta Z dou VZ plus delta ZT divided by dou T minus IZ plus delta ZT equal to 0 എന്ന് കാണാൻ പറ്റും. Okay, so by dividing delta Z okay on either side and letting delta Z equal to 0 we have dou IZT by dou Z equal to G VZT plus C dou VZT by dou T. ഇതാണ് ട്രാൻസ്മിഷൻ ലൈനിന്റെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്. സോ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ മൈനസ് VZT by dou Z എന്ന് പറഞ്ഞ ഈക്വൽ ടു ഈ ഇക്വേഷൻ. സോ ഇതാണ് ഫസ്റ്റ് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് ട്രാൻസ്മിഷൻ ഇക്വേഷൻ. സോ ഈ രണ്ട് ഇക്വേഷനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറൽ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ കണ്ട ഇൻ ടേംസ് ഓഫ് V ഓഫ് Z. സോ അതിന്റെ സെക്കൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ അതിന്റെ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ വിൽ ഹാവ് VZT ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് V ഓഫ് Z e raised to j omega t IZT which is equal to real part of I of Z e raised to j omega t. ഇവിടെ നമ്മൾ എന്താണ് cosine ആണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ വി ഹാവ് ടു ടേക്ക് റിയൽ പാർട്ട് ഓഫ് V ഓഫ് Z. സോ നമ്മൾ റിയൽ പാർട്ട് ഓഫ് V ഓഫ് Z എടുത്തു. ദെൻ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു മൈനസ് dV ഓഫ് Z എന്ന് പറയുന്നത് മൈനസ് dV ഓഫ് Z ബൈ dZ എന്ന് എടുത്തു കഴിഞ്ഞാൽ സോ വിൽ ഹാവ് R plus j omega L. നമ്മൾ ഫേസർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ R plus j omega L I of Z എന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ മൈനസ് di of Z by dz equal to
G plus J omega C V of Z എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടൈം ഹാർമോണിക് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫേസർ ഫോമിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള നേരത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്താൽ വിൽ ഗെറ്റ് ടൈം ഹാർമോണിക് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ എ ഇൻഫിനൈറ്റ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ പറഞ്ഞു. സോ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ എ ഇൻഫിനൈറ്റ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത്. സോ ബൈ കമ്പയറിംഗ് എബോവ് ടു ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ട രണ്ട് ഇക്വേഷൻ അതായത് dVz/dz എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ വിൽ ബി എൻഡിങ് അപ്പ് d square v of z by dz square which is equal to gamma square v of z and d square I of z by dz square is equal to I gamma square I of z എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഇക്വേഷന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാൻ പറ്റുക നമ്മളൊന്ന് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഐന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ലൈക്ക് ദിസ്. അല്ലെങ്കിൽ d square v of z by dz square എടുക്കുക. സോ വിൽ ഗെറ്റിംഗ് ലൈക്ക് സിമിലർ ലൈക്ക് ദാറ്റ്. സോ di z by dz എന്ന് വരും. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ diz കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഗാമ ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ ഈക്വൽ ടു ഗാമന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ആർ പ്ലസ് ജെ ഒമേഗ എൽ ജി പ്ലസ് ജെ ഒമേഗ സി. സോ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. സോ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് അറ്റുനേഷൻ കോൺസ്റ്റന്റ് ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ഫേസ് കോൺസ്റ്റന്റ് ആണ്. സോ വി ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ് വി പ്ലസ് ഓഫ് സെഡ് പ്ലസ് വി മൈനസ് ഓഫ് സെഡ് വിച്ച് ഇസ് ഈക്വൽ ടു. സോ ഇതിന് നമ്മൾ ഡി സ്ക്വയർ എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ നമ്മൾ കണ്ടില്ലേ. സോ ആ സെക്കൻഡ് ഓർഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ ഐഡന്റിഫൈ ആണെങ്കിൽ നമുക്കറിയാം നേരത്തെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു വി പ്ലസ് ഓഫ് സെഡ് പ്ലസ് വി മൈനസ് ഓഫ് സെഡ് എന്ന് കിട്ടും. സാധാരണ എന്താണ് വോൾട്ടേജ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് സെഡ് ഡയറക്ഷൻ ആൻഡ് വോൾട്ടേജ് പ്രൊപ്പഗേറ്റിംഗ് along minus z direction. So this is corresponding to incident wave and this is corresponding to the reflected wave. So input amplitude and the output amplitude എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറയാം. So v0 plus e raised to minus gamma z v0 e raised to minus gamma z എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടും. സോ അതുപോലെ തന്നെ I of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന്റെ ഫോം എടുത്തു കഴിഞ്ഞാൽ കറണ്ടിന്റെ നമുക്കൊരു സൊല്യൂഷൻ I plus of z plus I minus of z എന്ന് പറഞ്ഞു കിട്ടും. So where minus z plus z denote ചെയ്യുന്നത് എന്താണ് so wave propagating along positive z direction and wave propagating along negative z direction. So അതുപോലെ തന്നെ v0 plus by I0 plus എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ so we'll get v0 minus by I0 minus which is equal to r plus j omega l divided by gamma എന്നായിരിക്കും നമുക്ക് അതിന്റെ ഇംപെഡൻസ് ഫോം കിട്ടുക. So for infinite line നമുക്കറിയാം ഒരു infinite line എന്ന് പറയുന്നത് എന്താണ് so there will be no reflected wave. So e raised to gamma z will vanish for infinite line എന്ന് പറഞ്ഞാൽ so we'll have v of z is equal to v plus of z which is equal to v0 plus e raised to minus gamma z and I of z is equal to I plus of z which is equal to I plus e raised to minus gamma z. Then the characteristic impedance will be equal to z0 equal to characteristic impedance എടുത്തു കഴിഞ്ഞാൽ we have r plus j omega l by omega which is equal to gamma divided by omega അല്ല so omega okay gamma which is equal to g plus j omega c which is equal to r plus j omega l g plus j omega c. so ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് എന്ത് ഈ റൂട്ടിന്റെ സ്ഥാനത്ത് ഗാമന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം റൂട്ട് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ജി പ്ലസ് ജെ ഒമേഗ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ യു വിൽ ഹാവ് ലൈക്ക് ദിസ് ഓക്കെ. സോ വിച്ച് ദി യൂണിറ്റ് വിൽ ബി ഇൻ ഓം. സോ നമുക്ക് എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് കിട്ടി ഈ കേസിൽ. സോ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് കിട്ടി കഴിഞ്ഞാൽ സോ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കേസിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്പെഷ്യൽ കേസസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ കണ്ടെത്തി ആ ജനറൽ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഫോം കണ്ടു. ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ഓഫ് സെഡും അതിന് സൊല്യൂഷൻ ആയിട്ടുള്ള വി ഓഫ് സെഡും ഐ ഓഫ് സെഡും കണ്ടു. ഇനി നമ്മൾ ആ ഒരു സ്പെഷ്യൽ കേസസ് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ സ്പെഷ്യൽ കേസസ് ഫസ്റ്റ് സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ലോസ്ലെസ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം വേർ r ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ g ഈക്വൽ ടു 0 ആണ്. കാരണം എന്താണ് ആറും
G എന്ന് പറയുന്നത് എന്താണ് ഒരു ലോസി കേസിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കേസാണ് അതിന്റെ റെസിസ്റ്റൻസും കണ്ടക്ടൻസും എന്ന് പറയുന്ന ഒരു ലോസി കേസിലാണ് നമ്മൾ ഈ പാരാമീറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കൊരു ലോസ്ലെസ് ആണെങ്കിൽ അവിടെ ലോസ് ഒന്നും ഇല്ലെങ്കിൽ പ്രൊപ്പഗേഷനിൽ if there is no loss then we can say that R equal to 0 G equal to 0 and correspondingly the propagation constant gamma equal to alpha plus J beta which is equal to J omega root LC എന്നാണ് വരിക അതുപോലെ തന്നെ ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു ഒമേഗ റൂട്ട് LC എന്ന് വരും and which is a linear function of omega so beta എന്ന് പറയുന്നത് എന്താണ് it's a linear function of omega എന്നാണ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് which up equal to omega by beta which is equal to 1 by root LC എന്ന് പറയുന്നത് so characteristic impedance Z0 equal to R plus jx0 which is equal to root L by C എന്ന് പറഞ്ഞു കിട്ടും so R0 equal to root L by C and x0 equal to 0 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ സൊല്യൂഷൻ കിട്ടും ഓക്കെ സോ ഇതാണ് ലോസ്ലെസ് ലൈനിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ R0 എന്ന് പറയുന്നത് എന്താണ് അതിന്റെ റിയൽ പാർട്ട് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ ഫോം ആണ് jx0 എന്ന് പറയുന്ന ഇമാജിനറി ഫോം ഇത് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നമ്മൾ ഒരു ലോസി കേസിലാണ് നമുക്ക് ഈ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക സോ ലോസ് റിയാക്റ്റൻസ് സോറി x0 എന്ന് പറഞ്ഞ റിയാക്റ്റൻസ് എന്ന് പറയാം ഇൻഡക്റ്റൻസ് എന്നല്ല സോ x0 എന്ന് പറഞ്ഞ റിയാക്റ്റൻസ് സോ ദിസ് ഈസ് ദ റെസിസ്റ്റൻസ് സോ ഇൻ ദ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോസ് ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ലോസ് കുറഞ്ഞിട്ടുള്ള ഒരു കേസ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ആ കേസ് എന്തായിരിക്കും R will be very less than omega L G will be very less than omega C so ഇത് ഹാപ്പൻ ചെയ്തപ്പോഴാണ് omega will be at high frequency ആവുന്ന കേസിലാണ് നമുക്ക് ഇങ്ങനെ ഒരു കേസ് ഒബ്സർവ് ചെയ്യാം സോ ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ ഒരു കേസിൽ we can have gamma equal to alpha plus j beta which is equal to j omega root LC so ഈ ഫോർമുല ആയിരിക്കും അതിന്റെ ഇക്വേഷണൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല ഇൻ ഡീറ്റെയിൽ ആയിട്ട് സോ ഫൈനലി you will be getting j omega root LC 1 plus 1 by 2 j omega R by L plus G by C എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഫൈനൽ ഫോം എന്നാണ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ഫോം വരുന്നതെന്ന് അതുപോലെ തന്നെ ആൽഫ വിൽ ബി ഈക്വൽ ടു 1 by 2 അതിന്റെ റിയൽ പാർട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ we'll get the real part alpha will be equal to 1 by 2 R root C by L plus G root by L by C and beta equal to omega root LC എന്ന് പറയുന്ന ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് UP equal to omega by beta which is equal to 1 by root LC okay 1 by root LC എന്ന് പറഞ്ഞായിരിക്കും അതിലെ സിമിലർ ആയിട്ടുള്ള കേസ് and Z0 equal to R0 plus jx0 which is equal to root L by C അതുപോലെ തന്നെ 1 plus R by j omega L 1 by 2 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഫോർമുലേഷൻ എന്ന് പറയുന്നത് so which is equal to 1 plus G omega C so നമുക്ക് ഫൈനലി കിട്ടുന്ന ഫോം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇതിന്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി so R0 equal to root L by C എന്ന് കിട്ടും അതുപോലെ തന്നെ ഇവിടെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് root L by C 1 by 2 omega R by L minus G by C which is approximately equal to നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും approximately ഇതിന്റെ വാല്യൂ 0 ആണെന്നാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുക സോ അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻ ലെസ് ലൈനിന്റെ കേസിൽ where R by L will be equal to G by C so ഈ കണ്ടീഷനിലാണ് നമ്മൾ അതിനെ ഡിസ്റ്റോർഷൻ ലെസ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയാം സോ അവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഗാമ will be equal to root C by L R plus j omega L where alpha will be equal to R root C by L beta equal to omega root LC എന്ന് കിട്ടും സോ ഇതാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഫേസ് വെലോസിറ്റി will be equal to W by beta which is equal to 1 by root LC okay so 1 by root LC ആണ് all സ്പെഷ്യൽ കേസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ Z0 എന്ന് പറയുന്നത് ഇവിടെയും റിയാക്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കും which will be equal to 0 will having only the real part that is the resistance which is equal to root L by C എന്ന് പറയുന്നത് okay so ഇത്രയാണ് ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇക്വേഷന്റെ കേസിൽ പറയാനുള്ളത് സോ നമ്മൾ ഇവിടെ എന്താ കൺസിഡർ ചെയ്തിട്ടുള്ളത്
ജസ്റ്റ് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ ഫോം ചെയ്തു. നമ്മൾ എന്താ ചെയ്തത്, അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വാലന്റ് സർക്യൂട്ടിനെ, ഒരു ട്രാൻസ്മിഷൻ ലൈനെ ഒരു ഇക്വാലന്റ് സർക്യൂട്ടായിട്ട് എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ആ സർക്യൂട്ടിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് വി ഓഫ് സെഡിന്റെയും ഐ ഓഫ് സെഡിന്റെയും ടേംസിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. ആ ജനറേറ്റ് ചെയ്ത ഐ ഓഫ് സെഡിന്റെ വി ഓഫ് സെഡിന്റെ ഫോമിൽ നിന്ന് നമ്മൾ അതിനെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ വി ഓഫ് സെഡ് എന്ന് പറയുന്നതിനെ റിഫ്ലക്റ്റഡ് വേവിന്റെയും ഇൻസിഡന്റ് വേവിന്റെയും ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. സോ ആ റെപ്രസെന്റേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യൽ കേസിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, ഫേസ് വെലോസിറ്റി, അതുപോലെ തന്നെ ഇൻട്രിൻസിക് ഇംപിഡൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എങ്ങനെയാണ് വാരി ചെയ്യുന്നത് എന്നുള്ളത് 3 ഡിഫറെന്റ് കണ്ടീഷണൽ കേസിൽ, ഒന്ന് ലോസ് ലൈന്, ലോസ്ലെസ് ലൈന്, ഡിസ്റ്റോഷൻലെസ് ലൈന്. സോ ഈ ഒരു 3 കണ്ടീഷനിലുള്ള അതിന്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ്, ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ് ചെയ്തു. അതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ജനറൽ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷന്റെ ഭാഗം. ബാക്കി ട്രാൻസ്മിഷൻ ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നെക്സ്റ്റ് ഡിസ്കഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.